രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ബ്യൂറോകളിൽ നിന്ന് വരാനിരിക്കുന്ന വാർത്തകൾ ആണ് ന്യൂസ് അജണ്ടയിൽ. അതിൽ ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനുണ്ട്, കോഴിക്കോട് നിന്ന് ഗോകുലുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് ഉണ്ട്, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ചേരുകയാണ് പുത്തൻ പുലരിയിലെ ന്യൂസ് അജണ്ടയിലേക്ക്. ആദ്യം നേരെ ഡൽഹിയിലേക്ക്. ഗൗതം, ഇന്ന് ബംഗ്ലാദേശ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ നമ്മൾ ലൈവിൽ പറഞ്ഞു. എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേശീയ ബ്യൂറോ വഴി വരാൻ സാധ്യതയുള്ള വാർത്തകൾ? പ്രദീപിള്ള, ഒന്ന് നേരത്തെ സൂചിപ്പിച്ച ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതുകൂടാതെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇന്ന് കോടതിയിൽ ഹാജരാകുകയാണ്. മാനനഷ്ട കേസിലാണ് രാഹുൽ ഇന്ന് ഉത്തർപ്രദേശിലെ കോടതിയിൽ ഹാജരാകേണ്ടത്. 2018 കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനും ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായ്ക്കെതിരെ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടാണ് രാഹുലിൻ്റെ ഈ ഒരു കേസ്. അമിത്ഷാ കൊലക്കേസ് പ്രതിയാണ് എന്ന് രാഹുൽ അന്ന് ഒരു പരാമർശം നടത്തിയിരുന്നു. പക്ഷേ നമുക്കറിയാം അത്തരമൊരു കേസില്ല, അത്തരം ചില ആരോപണങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇന്ന് ഒരുപക്ഷെ കോടതിയിൽ നേരിട്ട് ഹാജരാകും എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ വീണ്ടും ആരംഭിക്കുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിലെങ്കിലും അത് വെള്ളക്കെട്ടുകളും, അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഈ ഹിമാലയൻ താഴ്വാരങ്ങളിൽ ഉള്ള സംസ്ഥാനങ്ങൾ, അവിടെ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അതുകൂടാതെ ഈ നേരത്തെ സൂചിപ്പിച്ച രാഹുൽ ഗാന്ധി ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകളും വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് പറയുന്നത്, പ്രവചനമെല്ലാം ഉണ്ട്. ഇന്ന് അവിടെ നിന്ന് കൂടുതൽ മഴ വാർത്തകളാണോ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? മറ്റ് എന്തൊക്കെ വാർത്തകളാണ് മലബാർ മേഖലയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? മലബാറിൽ പ്രധാനമായിട്ടും വയനാട് ഇന്ന് ജനകീയ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം മോശം കാലാവസ്ഥയെ തുടർന്ന് ജനകീയ തെരച്ചിൽ നേരത്തെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ പ്രതികൂലമാണ്, മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. കണ്ണൂരിന്റെ വിവിധ മേഖലകളിൽ മഴ പെയ്യുന്നതായിട്ടുള്ള ഒരു അറിവുണ്ട്. വയനാടും ഇത്തരത്തിലുള്ള അനിശ്ചിതത്വമുണ്ട്, മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയ തെരച്ചിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. എങ്കിലും ഈ സമയത്ത് തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. സൂചിപ്പാറ, ചൂരൽമല തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ജനകീയ തെരച്ചിൽ ഉണ്ടാകും. അതുപോലെ ചാലിയാറിന്റെ തീരങ്ങളിലും തിരച്ചിൽ നടത്തും. ഇന്ന് തിരച്ചിൽ തുടരും എന്നൊരു കാര്യമാണ് പ്രധാനമായും പങ്കുവെക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള വിലങ്ങാട് ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളുടെ പുനരധിവാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ വിദഗ്ധ പരിശോധന നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അറിയാൻ വേണ്ടി സാധിക്കുക. വിലങ്ങാട് ഇന്ന് വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ട്. വഖഫ് ബില്ല് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടതിന് ശേഷം സംസ്ഥാന വഖഫ് ബോർഡ് ഇന്നൊരു യോഗം ചേരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വടക്കൻ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് പ്രധാനമായും പങ്കുവെക്കാനുള്ളത്. ശരി ഗൂഗിൾ, താങ്ക് യു. ടിൻഡു ദാസിലേക്ക്, തിരുവനന്തപുരത്ത്. ടിൻഡു, സംസ്ഥാന തലസ്ഥാനത്ത് നിന്ന് ഇന്ന് വരാൻ സാധ്യതയുള്ള വാർത്തകൾ എന്തൊക്കെ? പ്രദീപിള്ള, പ്രധാനമായിട്ടും 2 വാർത്തകൾ തന്നെയാണ്. ഒന്ന് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയും അതോടൊപ്പം തന്നെ മഴ മുന്നറിയിപ്പുമാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 ആഴ്ചയിൽ കൂടുതലായി തലസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് 47 പേരാണ് നിലവിൽ ചികിത്സയിലും നിരീക്ഷണത്തിലുമായി കഴിയുന്നത്. ഈ നെയ്യാറ്റിൻകര നെല്ലിമൂട് ഭാഗത്ത് ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പ് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊരു തീരുമാനമായിട്ടില്ല. അതോടൊപ്പം ഈ പകർച്ചവ്യാധിയുടെ സോഴ്സ്, ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ലാത്തൊരു ഘട്ടമുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ തുടരുന്ന അനാസ്ഥയാണ് പ്രധാനമായിട്ടും തലസ്ഥാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. പിന്നീട് മറ്റുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഴ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ മഴ എന്ന് പറയുമ്പോൾ അലേർട്ടുകൾ മാത്രമായിരുന്നു. പക്ഷേ മഴയെ കുറച്ച് ശാസ്ത്രീയമായിട്ട്, അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്ന രീതി, മഴ പ്രഖ്യാപിക്കുന്ന രീതിയൊക്കെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ വിലയിരുത്താനും വിശകലനം ചെയ്യാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ ഓണക്കറ്റ്, ക്ഷേമ പെൻഷൻ, അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനൊക്കെ അധിക തുക സർക്കാർ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് 3000 കോടിയോളം രൂപ
ബാധ്യതയുണ്ട് എന്ന് പറയുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ധനവകുപ്പിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതോടൊപ്പം തന്നെ മഴയുമാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. പ്രദീപ് പിള്ള. താങ്ക് യു ടിൻറ്റു. കൊച്ചിയിൽ നിന്ന് രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, ഇന്ന് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ദേവിക, ഈ ലാവോസ് മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള മൊഴികൾ ഈ പ്രതികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ അഷ്റഫ് എന്ന് പറയുന്ന പ്രതി, അതോടൊപ്പം തന്നെ ബാദുഷ, ഇവർ രണ്ടുപേരുമാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇവരെ നേരത്തെ ചോദ്യം ചെയ്ത വേളയിൽ ചില നിർണായകമായിട്ടുള്ള മൊഴികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇത് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തുടർ അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇത് പരിശോധിക്കുന്നുണ്ട്. കാരണം വിദേശികൾ ഉൾപ്പെട്ട ഒരു കേസായതിനാൽ തന്നെ കേന്ദ്ര അന്വേഷണ സംഘവും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധയാണ് പുലർത്തുന്നത്. മാത്രവുമല്ല, ഈ കൂടുതൽ വിദേശികൾക്ക് ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നുള്ള ഒരു വ്യക്തത ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള, അതായത് ഇതിൽ ബാദുഷ നിലവിൽ റിമാൻഡിൽ തുടരുകയാണ്. അതിനു മുന്നേ തന്നെ ഇയാളെ പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്ത വേളയിൽ മറ്റു ചിലരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നു. അതിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുള്ളത് കൂടുതൽ വിദേശികൾക്ക് ഈ സംഭവത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇത് കേന്ദ്ര അന്വേഷണ സംഘത്തെയും അറിയിക്കും. എന്തായാലും ഈ വിദേശികൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നും വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് വടകര വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിലാണ് അന്വേഷണം നടത്തിയത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ തീരുമാനങ്ങളിലേക്ക് ഹൈക്കോടതി കടക്കുക. എന്തായാലും വ്യാജമായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ പ്രതി ചേർക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ ഹൈക്കോടതി ഈ ഹർജിയിലടക്കം സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. ഇത് രണ്ടും തന്നെയാണ് കൊച്ചിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന, വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. ദേവിക, അത് തന്നെയാണ്. ഇന്ന് വളരെ സമഗ്രമായ ഒരു വാർത്താ ദിനം തന്നെയാണ്. ഇനി വരുന്ന മണിക്കൂറുകൾ ജനം ടിവിയോടൊപ്പം തന്നെ തുടരേണ്ടതുണ്ട്. കാരണം വളരെ നിർണായകമായ ചില വാർത്തകൾ കൂടി മണിക്കൂറുകളിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ സോഷ്യൽ സ്കൂപ്പിൽ തന്നെ പരാമർശിച്ച വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വഖഫ് ബോർഡ് നിയമ ഭേദഗതി എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, ചെറായിലുണ്ട്, എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ബിഷപ്പിന്റെ വാക്കുകളിലൂടെ നാം അത് കേട്ടു. നേരത്തെ തന്നെ ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് നിയമത്തിന്റെ മറവിൽ പലയിടത്തും ഭൂമി പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ ഭൂമി കയ്യേറ്റം നടക്കുന്നു. ഈ വാർത്ത തിരുച്ചിറപ്പള്ളി ഒരു ക്ഷേത്രം, 5 ക്ഷേത്രങ്ങളടക്കം 3 പഞ്ചായത്തുകൾ, ഒരു വലിയ ഗ്രാമം മുഴുവൻ വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിലേക്ക് അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലേക്ക് ആ സ്ഥലം മാറുന്നു. ഇത്തരം വാർത്തകൾ പല സ്ഥലത്തു നിന്നും വന്നു തുടങ്ങുമ്പോൾ ഇതേക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക്, എതിർപ്പുകൾക്ക് അത് മറുപടി ആകുന്നു. അതുകൊണ്ട് കേരളത്തിൽ നിന്നും വഖഫ് ബോർഡ് നിയമ ഭേദഗതി അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള മറ്റ് വാർത്തകൾ ഉണ്ടാവും. ഡൽഹിയിൽ നിന്ന് ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഉറ്റുനോക്കുന്നു. ചില പ്രേക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ജനം ടി വി തന്നെ കാണാൻ സാധിക്കൂ. വഖഫ് ബോർഡിനെ കുറിച്ചും കുറിച്ചുമൊക്കെ പറയാൻ പലർക്കും ഭയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളുണ്ടായിരിക്കാം. എന്തായാലും ഇതേക്കുറിച്ചുള്ള സത്യസന്ധമായ റിപ്പോർട്ടുകൾ, പ്രത്യേക പരിപാടി ഇന്നലെ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭൂമി വിഴുകികൾ എന്നൊരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു, അരുൺ ആലത്തൂർ തയ്യാറാക്കിയത്. അതിൻ്റെ പുനഃസംപ്രേഷണവും ഇന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.